ഹായ്, നമസ്കാരം പ്രിയപ്പെട്ട സിനിമാ സ്നേഹികളെ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും തിരക്കേറിയ ഒരാഴ്ചയാണ് കടന്നുപോയത്. ഓണക്കാലത്തിൻ്റെ നിറവ് ഉൾക്കൊണ്ട് തിയേറ്ററുകളിലും OTT പ്ലാറ്റ്ഫോമുകളിലുമായി ഒരുപിടി മികച്ച ചിത്രങ്ങളാണ് ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ഞാൻ ഈ സിനിമകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു വിശകലനമാണ് നടത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇത് വെറുമൊരു റിവ്യൂ അല്ല, മറിച്ച് ഈ സിനിമകൾ എങ്ങനെയാണ് മലയാള സിനിമയുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം കൂടിയാണ്. ആദ്യമായി നമുക്ക് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇത്തവണ ഓണത്തിന് ഫഹദ് ഫാസിൽ, മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ഷേൻ നിഗം തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ സിനിമകൾ ഒരുമിച്ച് റിലീസ് ചെയ്തത് ഒരു വലിയ ആവേശത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ഓടും കുതിര ചാടും കുതിര എന്നൊരു പടമാണ്. അൽതാഫ് സലീം സംവിധാനം ചെയ്ത ഈ ചിത്രം ഫഹദ് ഫാസിലിൻ്റെയും കല്യാണി പ്രിയദർശൻ്റെയും ആദ്യത്തെ കോംബോയാണ്. ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന തൻ്റെ ആദ്യ ചിത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വഴിയിലൂടെയാണ് അൽതാഫ് ഈ സിനിമയെ സമീപിച്ചത് തന്നെ. കഥയും തിരക്കഥയും നോക്കുവാണെങ്കിൽ ഓടും കുതിര ചാടും കുതിര ഒരു സാധാരണ റൊമാൻറ്റിക് കോമഡി ചിത്രമല്ല. ഇവിടെ യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. സിനിമയുടെ ആദ്യ പകുതി വരെ വളരെ രസകരവും അപ്രതീക്ഷിതവുമായ ഹാസ്യ നിമിഷങ്ങളാൽ സമ്പന്നമാണ്. കഥാപാത്രങ്ങളുടെ മാനസിക ലോകത്തിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന തിരക്കഥ ചില സമയങ്ങളിൽ പ്രേക്ഷകരെ അമ്പരിപ്പിക്കുക തന്നെ ചെയ്യും. എന്നാൽ രണ്ടാം പകുതിയിൽ ഈ ഒഴുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം ബാക്കിയാകുന്നു. സിനിമയുടെ ഒരു തീം വന്നിട്ട് റൊമാൻസ് ആണെങ്കിലും അത് പറയാൻ തിരഞ്ഞെടുത്ത വഴിയുണ്ടല്ലോ, സാധാരണ പ്രേക്ഷകർക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അഭിനയത്തിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ അഭിനയം എപ്പോഴും ഒരു സർപ്രൈസ് പാക്കേജാണ്. ഇവിടെയും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കഥാപാത്രത്തെ അദ്ദേഹം വളരെ അനായാസം തന്നെ കൈകാര്യം ചെയ്തു എന്ന് പറയാം. കല്യാണി പ്രിയദർശൻ ഫാൻറ്റസി കാമുകി എന്ന ഒരു സ്ഥിരം ഫോർമാറ്റിൽ നിന്നും പുറത്തു കടക്കുന്നില്ലെങ്കിലും തൻ്റെ റോൾ ഭംഗിയാക്കി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സിനിമയിലെ യഥാർത്ഥ സ്റ്റാർ ലാൽ ആണെന്ന് പറയാം. ചിരിയുടെയും വികാരത്തിൻ്റെയും രംഗങ്ങൾ അദ്ദേഹം അതിമനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സാങ്കേതിക മികവ് നോക്കുകയാണെങ്കിൽ ജിൻഡോ ജോർജിൻ്റെ ഛായാഗ്രഹണവും ജസ്റ്റിൻ വർഗീസിൻ്റെ സംഗീതവും സിനിമയുടെ ആസ്വാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദൃശ്യപരമായി വളരെ മനോഹരമായ ഒരു ചിത്രമാണിത്. പ്രേക്ഷകരുടെ പ്രതികരണം നോക്കുവാണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ ഇതിനെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് എൻ്റർടൈനർ എന്ന് വിളിക്കുമ്പോൾ മറ്റു ചിലർ തിരക്കഥയിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ധീരമായ പരീക്ഷണ സിനിമയാണ് ഓടും കുതിര ചാടും കുതിര എന്നതിൽ സംശയമില്ല. രണ്ടാമത്തെ സിനിമ വന്നിട്ട് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ഒരു പടമാണ്. കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ ചിത്രം മലയാളത്തിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോ ചിത്രമെന്ന നിലയിൽ വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. ദുൽഖർ സൽമാൻ്റെ വേഫറർ ഫിലിംസാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കഥയും മേക്കിങ്ങും നോക്കുവാണെങ്കിൽ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ തുടക്കമാണ്. സൂപ്പർ ഹീറോ ചിത്രങ്ങൾ മലയാളത്തിൽ അത്ര സാധാരണമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ഒരു വലിയ ചുവടുവയ്പ്പാണ് എന്ന് പറയാം. ആക്ഷൻ രംഗങ്ങളും വിഷ്വൽ എഫക്ട്സും വളരെ മികച്ചതാണ്. ഹോളിവുഡ് നിലവാരത്തിലുള്ള VFX വർക്കുകൾ ഈ സിനിമയുടെ പ്ലസ് പോയിൻ്റാണ് എന്ന് പറയാം. അഭിനയത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ കല്യാണി പ്രിയദർശൻ്റെ കരിയറിലെ ഒരു നാഴികക്കല്ലാണ് ഈ ചിത്രം. ഒരു സൂപ്പർ ഹീറോയിൻ്റെ ശരീരഭാഷയും ഗൗരവവും അവർ മികച്ച രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നസ്ലിൻ ഉൾപ്പെടെയുള്ള യുവതാരങ്ങളും തങ്ങളുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പോരായ്മകൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ ഹീറോ ചിത്രങ്ങളിൽ സാധാരണയായി കാണുന്ന ശക്തമായ ഒരു വില്ലൻ കഥാപാത്രം ഈ സിനിമയിൽ ഇല്ല എന്നത് ഒരു പോരായ്മയായിട്ട് പറയാം. ഇത് സിനിമയുടെ ആവേശത്തെ അല്പം കുറയ്ക്കുന്നുണ്ട്. അടുത്തൊരു പടം വന്നിട്ട് ഹൃദയപൂർവ്വം എന്ന സിനിമയാണ്. മോഹൻലാൽ, സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൽ വർഷങ്ങൾക്ക് ശേഷം എത്തിയ ഈ ചിത്രം കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടുള്ള ഒരു ചിത്രമാണ്. മാളവിക മോഹനൻ, സംഗീത, സിദ്ദിഖ് തുടങ്ങിയ വലിയ താരനിര ഈ ചിത്രത്തിലുണ്ട്. കഥയുടെ ലാളിത്യമാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. സത്യൻ അന്തിക്കാട് സിനിമകളുടെ പതിവ് ശൈലി ഈ ചിത്രത്തിലും കാണാം. ലളിതമായ ഒരു കഥ, സാധാരണ ജീവിതത്തിലെ നർമ്മം, കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത, ഇതെല്ലാം ഈ ചിത്രത്തിലുണ്ട്.
ഒരു അവയവദാനത്തിലൂടെ ഉടലെടുക്കുന്ന ഒരു ബന്ധത്തിൻ്റെ കഥയാണിത്. അഭിനയത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ മോഹൻലാൽ എന്ന നടൻ്റെ അനായാസമായ അഭിനയമാണ് സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ഭാവങ്ങളും സംഭാഷണങ്ങളും സിനിമയെ കൂടുതൽ ഹൃദ്യമാക്കുന്നുണ്ട്. മാളവിക മോഹനൻ തൻ്റെ കഥാപാത്രത്തെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രേക്ഷകരുടെ പ്രതികരണം എടുക്കുകയാണെങ്കിൽ പുതിയ തലമുറയെ പൂർണ്ണമായി ആകർഷിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്. എന്നാൽ കുടുംബ പ്രേക്ഷകർ ഈ സിനിമയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ സിനിമകൾ കൂടാതെ മേനെ പ്യാർ കിയ, ബാൾട്ടി തുടങ്ങിയ ചിത്രങ്ങളും തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇവയെല്ലാം പുതിയ സംവിധായകരുടെയും യുവതാരങ്ങളുടെയും സിനിമകളാണ്. ഇത് മലയാള സിനിമയിലെ പുതിയ പരീക്ഷണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് കടക്കാം. ഇത് ക്രോണിക്കിൾസ് ഓഫ് ദ 4.5 ഗ്യാങ് എന്നൊരു OTT പടമാണ്. അതിൽ പ്രധാനപ്പെട്ടത് സോണി ലൈവിലൂടെയാണ് ഇത് സ്ട്രീം ചെയ്യുന്നത്. കൃഷാന്ത് സംവിധാനം ചെയ്ത ഈ വെബ് സീരീസ് ഒരു ആക്ഷൻ കോമഡി ത്രില്ലറാണ്. മലയാള സിനിമയിൽ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സംവിധായകനാണ് കൃഷാന്ത്. മികച്ച ആഖ്യാന ശൈലിയാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ ഗ്യാങ്സ്റ്റർ ചിത്രങ്ങളിൽ കാണാത്ത ഒരു ഫ്രഷ്നെസ് ഈ സീരീസിനുണ്ട്. വിചിത്രമായ കഥാപാത്രങ്ങളും അപ്രതീക്ഷിതമായ സംഭവങ്ങളുമാണ് ഈ സീരീസിനെ മുന്നോട്ട് നയിക്കുന്നത്. തിരുവനന്തപുരം ഭാഷയും പശ്ചാത്തലവും സീരീസിന് ഒരു പ്രത്യേക ഫീലൊക്കെ നൽകുന്നുണ്ട്. അഭിനയത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ജഗദീഷിൻ്റെയും ദർശന രാജേന്ദ്രൻ്റെയും പ്രകടനങ്ങൾ എടുത്തു പറയേണ്ട ഒന്നാണ്. ഇരുവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. അടുത്തൊരു പടം കമ്മട്ടം എന്നൊരു പടമാണ്. OTT ZEE5 ഇത് സ്ട്രീം ചെയ്തിരിക്കുന്നത്. ഒരു മർഡർ മിസ്റ്ററി ത്രില്ലറാണിത്. സുദേവ് നായർ പ്രധാന കഥാപാത്രമായി എത്തിയ ഈ സീരീസ് ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കുന്ന അന്വേഷണ കഥയാണ് പറയുന്നത്. മികച്ച ത്രില്ലർ സീരീസ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ചൊരു ഓപ്ഷനാണ്. ഇവ കൂടാതെ സൂത്രവാക്യം, വാസന്തി, കോലാഹലം തുടങ്ങിയ ചിത്രങ്ങളും OTT പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഓണക്കാലത്തെ സിനിമാ റിലീസുകൾ മലയാള സിനിമയുടെ വളർച്ചയുടെയും പരീക്ഷണങ്ങളുടെയും ഒരു നേർക്കാഴ്ചയാണ്. ഒരു വശത്തെ താരമൂല്യം കൊണ്ടും കുടുംബ ബന്ധങ്ങളിലെ കഥകൾ കൊണ്ടും തിയേറ്ററുകൾ നിറയുകയാണ്. മറുവശത്ത് സൂപ്പർ ഹീറോ ചിത്രം, സൈക്കോളജിക്കൽ കോമഡി ത്രില്ലർ, വെബ് സീരീസുകൾ തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് സിനിമകൾ കാലെടുത്ത് വയ്ക്കുന്നു. ഇത് മലയാള സിനിമയുടെ ഭാവി ശോഭനമാണ് എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണ്. ഈ സിനിമകളെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പങ്കുവച്ചത്. ഒരു നല്ല സിനിമയുടെ നിർവചനം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. അതിനാൽ ഈ സിനിമകൾ കണ്ടു തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ റിവ്യൂ കണ്ട എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. അടുത്തയാഴ്ച പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.